ഞാൻ പറഞ്ഞത് ശരിയല്ലേ മദർ? ഓക്കെ ഫാദർ, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളുടേത് ഒരു ചെറിയ കോൺവെന്റ് ആണ്. ഇതിനേക്കാൾ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം വേറെ ഉണ്ടാകും. മദർ അൽഫോൺസ, നമ്മൾ ഒരു ചെറുപ്പക്കാരുടെ ലൈഫാണ് സേവ് ചെയ്യുന്നത്, ഒപ്പം ഒരു ദുഷ്ടനെ തുറുങ്കിലടക്കുകയും. ഓക്കെ ഷുവർ, എന്റെ പ്രാർത്ഥന എപ്പോഴും ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കോൺവെന്റ് അപകടത്തിലാവില്ലേ? അതാണ് എനിക്ക് ഭയം. സർക്കിൾ ഇൻസ്പെക്ടർ റാണ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. മാത്രവുമല്ല, അവര് നമ്മുടെ കോൺവെന്റിന് നല്ലൊരു ഡൊണേഷനും ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയ കോൺവെന്റ് ഫൈനാൻഷ്യലി വളരെ ഡൗൺ ആണെന്ന് മദറിന് അറിയാലോ. അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ ഓക്കെ, ഇറ്റ്സ് അവർ ഫേറ്റ്. എക്സ്ക്യൂസ് മീ, സോറി ഫാദർ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ലുക്ക് മദർ, ഒരു സ്ത്രീക്ക് നേർവഴി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടൂടെ? ഈ കുട്ടിയെ മോഡിഫൈ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണണമെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? Everything is okay. No. എന്തൊക്കെ? ഈ സ്ത്രീക്ക് എന്നെ അത്ര ബോധിച്ചിട്ടൊന്നുമില്ല. റോസി, ഇവർ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഇവരുടെ മുഖം കണ്ടറിയില്ലേ ഇവർക്ക് എന്നെ അത്ര പിടിച്ചിട്ടില്ലാന്ന്? പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും? റോസി, നോ, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. ബിഹേവ് യുവർസെൽഫ്. ശരി അച്ഛൻ. ഇല്ല, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. വാട്ട്സ് യുവർ നെയിം? റോസി. ഇതാണോ ശരിക്കുള്ള പേര്? അതെ. ഓക്കെ, താങ്ക്സ്. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായെന്ന് എനിക്ക് മനസ്സിലായി. ലുക്ക് മിസ് റോസി. റോസി, അത്രേ ഉള്ളൂ. മിസ് റോസി, ഞങ്ങൾ ഇയാളെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, വി വിൽ ഡു അവർ ബെസ്റ്റ്. ബട്ട് ഇയാളൊരു ക്ലബ് സിംഗർ ആണെന്ന കാര്യം എനിക്കിവിടെ പറയാൻ പറ്റില്ല. ദിസ് ഈസ് എ കോൺവെന്റ്. റിലീജിയസ് ഓർഡറിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഈ സെന്റ് തെരേസാസ് കോൺവെന്റിൽ ഒരിക്കലും ഒരു വയലേഷൻ നടന്നിട്ടില്ല. ഞാൻ അതിനെ അനുവദിക്കുകയില്ല. സോ യു മസ്റ്റ് ഒബേ സർട്ടൻ റൂൾസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഗുഡ്. ബട്ട് നോക്കൂ, ഇതൊക്കെ പറയാൻ ഞാനൊരു കന്യാസ്ത്രീയല്ല, ഒരു മർഡറിന്റെ ദൃക്സാക്ഷി മാത്രമാണ്. നല്ലൊരു കാര്യം ചെയ്തേനാണ് ആ പോലീസുകാരൻ എന്നെ നിങ്ങൾ ഈ കന്യാസ്ത്രീകളുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയത്. പ്ലീസ്, എനിക്ക് എൻ്റെ റൂമിൻ്റെ കീ ഒന്ന് തരൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണണ്ട, എനിക്ക് നിങ്ങളുടെ. എനിക്ക് രൂപം വെട്ടിമാറ്റാനൊന്നും പറ്റില്ലല്ലോ. പ്ലീസ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഇയാൾക്കൊന്ന് ഫ്രഷ് ആകണമല്ലോ. ശരിക്കും ഒരു ചേഞ്ച് വേണ്ടി വരും. ഇതെന്താ പടച്ചട്ടയോ? ഇത് നിങ്ങളുടെ അല്ലേ? ഇത് ഞാൻ എന്തിനാ ഇടുന്നത്? അത് ഇടൂ കുട്ടി. ആദ്യം ഞാൻ പറയുന്ന കേട്ട് അനുസരിക്ക്. അതെ, എനിക്കിതൊന്നും ഇടാൻ പറ്റില്ല. ചൂടാ. എനിക്കിവിടെ മറക്കാൻ ഒരു ബാഡി മതി. ഇതെന്താ ഷട്ടറോ? നേരെ നിൽക്കൂ കുട്ടി. മിസ് റോസി, ഇയാൾക്ക് ഇവിടെ റോസി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇയാളും മറ്റുള്ളവരുടെ കണ്ണിൽ ഈ കോൺവെന്റിലെ ഒരു കന്യാസ്ത്രീയാണ്. കന്യാസ്ത്രീയോ? ഞാനോ? അതെ. ഇന്നു മുതൽ ഇയാൾ ഇവിടുന്ന് പോകുന്നത് വരെ യു ആർ സിസ്റ്റർ മേരി ഏഞ്ചലിന. ഓക്കെ?
മേരി ആഞ്ചലീന? അതെ, ഞാൻ കണ്ടതല്ലേ. ആണോ? പുതിയ ആള് ഇതാ വരുന്നു. Sisters, വെൽക്കം മദർ. this is Sister Mary Angelina. She is coming from a reputed convent. വളരെ അച്ചടക്കവും ഭക്തി നിർഭരവുമായ ജീവിതശൈലിയാണ് സിസ്റ്ററിൻ്റെത്. ഞാൻ പറഞ്ഞില്ലേ. പ്ലീസ് ബി സീറ്റഡ്. സിസ്റ്റർ, വെൽക്കം സിസ്റ്റർ. അതെ, നമുക്ക് വെൽക്കം സിസ്റ്റർ. സൈലൻസ്. വെൽക്കം. സൈലൻസ്. ഹലോ ഡോക്ടർ. അല്ല ഇതാരാ? സുഖമാണോ സാറേ? സുഖവിവരം അന്വേഷിക്കാൻ പറ്റിയ സ്ഥലം. താൻ കാര്യം പറ. ആ നീ വാ. പാങ്ങപ്പാറ ആക്സിഡന്റിൽ മരിച്ചു കൊണ്ടുവന്ന രണ്ടുപേരിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരല്പം പ്രശ്നമുണ്ട്. ആക്സിഡന്റിൽ ഉണ്ടായ മുറിവും മരണകാരണമായ തലക്കേറ്റ മുറിവും രണ്ട് സമയമാണെങ്കിലും മുറിവുകൾ തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഏതാണ്ട് ഇവിടെയായി തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ കടുത്ത ആഘാതമേറ്റാണ് മരിച്ചിരിക്കുന്നത്. ആയുധം ഉപയോഗിച്ച് ബോധപൂർവം ഏൽപ്പിച്ച മുറിവ് പോലെ. ഇതാണ് മരിച്ച രണ്ടാമത്തെ ആൾ. ഡോക്ടർമാർക്ക് എന്തും പറയാം. എന്ത് പറഞ്ഞ? 2 ദിവസം റെസ്റ്റ് എടുക്കണം പോലും. കൈക്ക് നല്ല വേദന ഉണ്ടോ? പിന്നില്ലേ ഇല്ലോ അങ്ങോട്ട്. നമുക്കെപ്പോ കാണാം? അത് ക്ലബിൽ കാണാം. അയ്യോ വേണ്ട. ഓ മൊത്തം ഇംഗ്ലീഷ്. എന്നാ പിടി. അതാണ് സ്കൂളിൽ പോണെന്ന് ഓ പറയുന്നത്. ഓ, ഓ. റാണ സാർ എവിടെ? ദേ ആ വാ 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 വാ. പോയി നോക്കാം വാ. അപ്പൊ ശരി, ആ ശരി, കാണാം. ഓക്കെ. സാർ 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 ആ, ഇത് കണ്ടോ സാർ? ആ ജോണിയും ടീം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല സാർ. സാർ റോസി എവിടെയുണ്ട് സാർ? ആ ജോണിയും കൂട്ടരും ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന കാര്യം ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞതല്ലേ സാർ? അവള് ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? സാർ പ്ലീസ്, ഞങ്ങൾക്ക് റോസി ഒന്ന് കാണണം. മറ്റാരും അറിയില്ല സാർ. പ്ലീസ് ദയവേത് സാർ, അവളുടെ ജീവിതം അപകടത്തിലാണ് സാർ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ അവളിപ്പോ എവിടെയുണ്ടെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അതെ സാർ. ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, റോസി സുരക്ഷിതയാണ്. ഓക്കെ? താങ്ക് യു സാർ.